ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് പിഎം ശ്രീ. വിദ്യാർത്ഥികളെ ഏകീകൃതവും സമഗ്രവുമായ വ്യക്തിത്വമുള്ളവരാക്കി വളർത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രായോഗികവും കൂടാതെ കഴിവ് അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കും ഈ പഠനരീതി. ഇന്ത്യയിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ രൂപീകരിച്ച ഒരു നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2020 മാറ്റം സർക്കാർ കൊണ്ടുവന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പിഎം ശ്രീ. ഇന്ത്യയിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഇതിലൂടെ മുൻതൂക്കം നൽകുന്നത്. രാജ്യത്ത് ഇപ്പോഴുള്ള വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പിഎം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകൾ നവീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം അധ്യാപക ദിനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഇന്ത്യയിലെമ്പാടുമുള്ള കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ നടത്തുന്ന സീനിയർ സെക്കൻഡറി സ്കൂളുകളും ഉൾപ്പെടുത്താൻ പദ്ധതിയിട്ടു. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃക സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്നാണ് പിഎം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 27,000 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്നതും സ്വാഗതം ചെയ്യുന്നതുമായ അന്തരീക്ഷം ഉറപ്പാക്കുക, സുരക്ഷിതമായ ഒരു പഠന അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതുമാണ്. മാത്രമല്ല, വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുകയും നല്ല ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പഠന സംവിധാനം രാജ്യത്ത് കൊണ്ടുവരികയുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിലൂടെ സമത്വം ഉൾക്കൊള്ളാനും നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാനും വിദ്യാർത്ഥികളെ ഉത്പാദനശേഷിയുള്ള ഒരു തലമുറയായി വളർത്തിയെടുക്കാനും ഇതുവഴി നല്ല പൌരന്മാരാക്കി മാറ്റുവാനും സാധിക്കും. 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ നേരിട്ടുള്ള ഗുണം ലഭിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. മാത്രമല്ല, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം നമ്മുടെ രാജ്യത്തും കൊണ്ടുവരാൻ സാധിക്കും. പിഎം ശ്രീ സ്കൂൾ പദ്ധതിയുടെ ചില പ്രധാന സവിശേഷതകൾ നോക്കാം. പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ സമഗ്രമായ വികസനം നടക്കും. സ്പോർട്സ്, സയൻസ്, ഐസിടി, ആർട്സ് എന്നിവയ്ക്ക് ഈ പദ്ധതിയിൽ സൗകര്യമൊരുക്കും. ശിശു സൌഹൃദ ഫർണിച്ചറുകൾ, ഔട്ട്ഡോർ കളി സാമഗ്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരും. സയൻസ് സർക്കിളുകൾ, ഗണിത സർക്കിളുകൾ, സംഗീതം, നൃത്ത സർക്കിളുകൾ എന്നിങ്ങനെ വ്യത്യസ്ത സോണുകളുണ്ടായിരിക്കും. ഇപ്പോഴുള്ള പഠനരീതിയിൽ നിന്നും മാറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പഠനരീതിയിലേക്ക് മാറും. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. പ്ലാസ്റ്റിക് വിമുക്തം ജലസംരക്ഷണവും വിളവെടുപ്പും സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. സ്കൂളുകൾ ഹരിത വിദ്യാലയങ്ങളായി വികസിപ്പിക്കും.